1998 ഒരു സെപ്റ്റംബർ മാസത്തിൽ ഡൽഹി പോലീസ് ക്രൈം ബ്രാഞ്ച് സ്പെഷ്യൽ സെല്ലിൻ്റെ ഹെഡ് ഓഫീസിലേക്ക് ഒരു കോൾ വരുന്നു. STF ഉത്തർപ്രദേശ് പോലീസിൻ്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സാണ് ആ ഫോൺ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവരൊരു റിക്വസ്റ്റ് പറഞ്ഞു, ഞങ്ങളുടെ ഇവിടെ മോസ്റ്റ് വാണ്ടഡ് ആയിട്ടുള്ള ഒരു ക്രിമിനൽ മുന്ന ബജ്രംഗി, വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ള 7 ലക്ഷം രൂപ തലയ്ക്ക് വിലയിട്ടിരിക്കുന്ന, പോലീസ് വിലയിട്ടിരിക്കുന്ന ഒരു കുറ്റവാളിയാണ്, കൊടും കുറ്റവാളിയാണ് മുന്ന ബജ്രംഗി. ഡൽഹിയിൽ ഇന്ന് വൈകിട്ട് ഡൽഹിയിൽ എത്തുമെന്നുള്ള ഒരു സൂചന, ടിപ്പ് ഓഫ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അവിടെ എത്താനായിട്ട് വളരെ വൈകും. അതുകൊണ്ട് ഡൽഹി പോലീസിൻ്റെ ക്രൈം ബ്രാഞ്ചിനോട് അവർ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഒന്ന് അറസ്റ്റ് ചെയ്തിട്ട് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അന്നത്തെ ഡൽഹി പോലീസ് ക്രൈം ബ്രാഞ്ചിൻ്റെ സ്പെഷ്യൽ സെല്ലിലെ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റുകളായ ACP രാജ്ബീർ സിംഗ്, ഇൻസ്പെക്ടർ മോഹൻചന്ദ് ശർമ്മ എന്നിവരടങ്ങിയ ടീം പെട്ടെന്ന് റെഡിയാവുന്നു. ഉടനെ അവർ പറഞ്ഞ ഡയറക്ഷനിലേക്ക് ഇവർ കംപ്ലീറ്റ് ടീം, എൻകൗണ്ടർ ടീം യാത്രയാവുന്നു. അപ്പോൾ വെസ്റ്റ് ഡൽഹിയിലുള്ള സമയ്പൂർ ബാദലി എന്ന്, ആസാദ്പൂർ കഴിഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്, സമയ്പൂർ ബാദലി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അവിടെ വെച്ചിട്ട് ഇവർ ചെന്ന് വെയിറ്റ് ചെയ്യുന്നു. മുന്ന ബജ്രംഗിയുടെ വണ്ടി അവർ പറഞ്ഞ പ്രകാരമുള്ള ആ വണ്ടി അവിടെ എത്തുന്നു. ഇവർ കോർണർ ചെയ്യുന്നു അവരെ. അപ്പോൾ സറണ്ടർ ചെയ്യാനായിട്ട് മുന്ന ബജ്രംഗിയോട് ഇവർ പറയുന്നു. എൻകൗണ്ടർ ടീം എല്ലാം റെഡിയാണ്, ഫുള്ളിൽ അവർ എക്യുപ്ഡാണ് പോയിട്ടുള്ളത്. ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ്സ് ആൻഡ് മോസ്റ്റ് മോഡേൺ എക്യുപ്മെൻറ്റ്സ്, വെപ്പണൊക്കെ ആയിട്ടാണ് പോയിട്ടുള്ളത്. എൻകൗണ്ടർ ചെയ്യാൻ ആവശ്യം വന്നു കഴിഞ്ഞാൽ എൻകൗണ്ടർ ചെയ്യാനുള്ളൊരു തയ്യാറെടുപ്പോട് തന്നെയാണ് നമ്മുടെ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ അവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ സമയ്പൂർ ബാദലിയിൽ മുന്ന ബജ്രംഗി ഒരു സഹയാത്രികനായിട്ട് അല്ലെങ്കിൽ അയാളുടെ കൂട്ടാളിയായിട്ട് അവിടെ എത്തുന്നു. ഇവർ കീഴടങ്ങാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ അവർ ഫയർ ചെയ്യുന്നു. അവിടുന്ന് പോലീസിന് നേരെ ഫയർ ചെയ്ത് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമത്തിനിടയ്ക്ക് പല റൗണ്ട് ഫയർ ചെയ്യുന്നു. അപ്പോൾ ഡൽഹി പോലീസ് ക്രൈം ബ്രാഞ്ച് കൗണ്ടർ ഫയർ ചെയ്യുന്നു. അങ്ങനെ ഏകദേശം ഒരു 45-50 ബുള്ളറ്റ് അവിടെ ഫയർ ചെയ്യപ്പെടുന്നു. 2 കുറ്റവാളികളും താഴെ വീഴുന്നു. മുന്ന ബജ്രംഗി എന്ന് പറയുന്ന ആ കുറ്റവാളിക്ക് ഏകദേശം 7 ബുള്ളറ്റുകളും സഹയാത്രികൻ അല്ലെങ്കിൽ അയാളുടെ കൂട്ടാളിക്ക് 4 ബുള്ളറ്റുകളുമാണ് ഏറ്റിരുന്നത്. അപ്പോൾ 2 ആളും എൻകൗണ്ടറിൽ മരണപ്പെട്ടു എന്ന് പോലീസ് വൃത്തങ്ങളിലേക്ക് അവർ അറിയിപ്പ് കൊടുക്കുന്നു ആംബുലൻസിൽ. അപ്പോൾ സാധാരണ എൻകൗണ്ടറിലൊക്കെ ഒരു കുറ്റവാളി മരിച്ചു കഴിഞ്ഞാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാറില്ല, കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് നിയമം. അതുകൊണ്ട് തന്നെ അവർ രാം മനോഹർ ലോഹിയ ഹോസ്പിറ്റൽ, ഡൽഹിയിലെ രാം മനോഹർ ലോഹിയ ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോകുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുപോകുന്നു. ഡോക്ടർ ഇപ്പോൾ ബ്രോഡ് ഡെഡ് ഡിക്ലെയർ ചെയ്താൽ മാത്രമേ മറ്റുള്ള പ്രൊസീജിയറിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് ഡോക്ടർ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പോലീസ് ടീമുണ്ട്, നമ്മുടെ ക്രൈം ബ്രാഞ്ചിൻ്റെ ടീം കൂടെയുണ്ട്. പെട്ടെന്ന് മുന്ന ബജ്രംഗി കണ്ണു തുറക്കുന്നു. അപ്പോൾ മുന്ന ബജ്രംഗി ആക്ച്വലി 7 ബുള്ളറ്റ് ഷോട്ട് ഏറ്റിട്ടും അല്ലെങ്കിൽ 7 വെടിയുണ്ടകൾ ഉതിർത്ത് പോലീസ് വീഴ്ത്തിയിട്ടും മരിച്ചിരുന്നില്ല. കൂട്ടാളി മരിച്ചു പോയിരുന്നു അന്നേരം തന്നെ. 4 ബുള്ളറ്റ് ഏറ്റ ആൾ അന്നേരം മരിച്ചിരുന്നു. പക്ഷെ എന്തോ അയാളുടെ ഭാഗ്യം കൊണ്ടോ എന്തോ മുന്ന ബജ്രംഗി മരിച്ചിരുന്നില്ല. അയാൾ കണ്ണു തുറക്കുന്നു. ഡോക്ടർ ഉണ്ടെന്നും ഡോക്ടറുടെ പ്രസൻസിൽ മാത്രമേ അയാൾ കണ്ണു തുറക്കുള്ളൂ എന്ന് കരുതിയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ആ സമയത്ത് അദ്ദേഹം കണ്ണു തുറക്കുകയും ഇവരോട് ഞാൻ മരിച്ചിട്ടില്ല എന്ന് അറിയിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അടുത്ത ഫയറിങ് വരും, എന്തായാലും അയാളെ കൊല്ലും എന്നുള്ള അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പേര് കേട്ട ഒരു കുറ്റവാളി, ഇയാൾക്ക് ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ അയാൾ ഡോക്ടറുടെ മുന്നിലെ കണ്ണ് തുറന്നുള്ളൂ. ഡോക്ടറുടെ പ്രസൻസിൽ ഇവരൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് അവർക്ക് അറിയാമായിരുന്നു. അപ്പോൾ ഡോക്ടർ പറയുന്നത് ഇയാൾക്ക് ജീവനുണ്ട്. അപ്പോൾ ഇയാളെ പെട്ടെന്ന് എമർജൻസി വാർഡിലേക്ക് മാറ്റുന്നു, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവന്നു, ബുള്ളറ്റെല്ലാം റിമൂവ് ചെയ്യുന്നു, അയാൾ രക്ഷപ്പെടുന്നു, കൂട്ടാളി മരണപ്പെടുന്നു. അപ്പോൾ പോലീസ് എൻകൗണ്ടറിൽ ആദ്യത്തെ ഒരു സംഭവമായിരുന്നു. 7 ബുള്ളറ്റ് ഏറ്റിട്ടും സന്ധ്യയായ കാരണം കൊണ്ട് തന്നെ അവർക്ക് അത്ര വ്യക്തതയോടെ ചെക്ക് ചെയ്യാനും സാധിച്ചില്ല. വണ്ടിയിലെടുത്തിട്ട് കൊണ്ടുവരികയാണ് ചെയ്തത് ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ ഹോസ്പിറ്റൽ വാർഡിൽ അയാൾ സുഖം പ്രാപിച്ചു വരവേ അവിടുത്തെ അന്നത്തെ ഒരു DCP ഉണ്ടായിരുന്നു, ഒരു ലേഡി DCP ആണ് പേര്, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അവിടെ. ആ ലേഡി DCP ഈ കുറ്റവാളിയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു. അപ്പോൾ DCP അടുത്ത് വന്നപ്പോൾ മുന്ന ബജ്രംഗി അവരോട് പറയുന്നു, എന്തായാലും നിങ്ങൾ എൻ്റെ അടുത്ത് കാണിച്ചത് ശരിയായില്ല ഡൽഹി പോലീസ്, ഞാൻ സുഖം പ്രാപിച്ചു വന്നു കഴിഞ്ഞാൽ ഒരാളെയും ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ലേഡി DCP പുതിയ IPS ആണ്. അവർക്ക് ACP റാങ്കിൽ ഫസ്റ്റ് വരുന്നു, അതിനുശേഷം ഒരു പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് DCP പോസ്റ്റാണ്. അപ്പോൾ അവരധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു യങ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറായിരുന്നു. അവർ ഭയപ്പാടോടെ മുന്ന ബജ്രംഗി നോക്കുന്നപ്പോൾ കൂടെ നിൽക്കുന്ന പോലീസുകാർ അദ്ദേഹത്തോട് പറയുന്നു, എന്താണ് നിങ്ങളിങ്ങനെ DCP മേഡം വന്നപ്പോഴും ഇങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ? അപ്പോൾ പെട്ടെന്ന് മുന്ന
ബജരംഗി ട്യൂൺ മാറ്റുന്നു, ചിരിച്ചുകൊണ്ട് പറയുന്നു, മാഡം ഞാൻ തമാശ പറഞ്ഞാണ്, അങ്ങനെയൊന്നും ഒരു സംഭവം ഉണ്ടാകാൻ പോകുന്നില്ല, ഞാൻ വെറും തമാശക്കായിട്ട് പറഞ്ഞാണെന്ന് പറയുന്നു. അവരാകെ പെർപ്ലക്സ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ആ കൺഫ്യൂസ്ഡ് ആയിട്ട് ലേഡി DCP അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം മറ്റുള്ള പോലീസ് പ്രൊസീജിയർ, മറ്റുള്ള ലീഗൽ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞതിന് ശേഷം തിഹാർ ജയിലിലേക്ക് മാറ്റുന്നു. തിഹാർ ജയിലിലേക്ക് മാറ്റി ഇപ്പോൾ ഡൽഹിയിലെ അയാളുടെ പേരിൽ വലിയ കുറ്റങ്ങളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ അയാളെ UP ഉത്തർപ്രദേശ് പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ആക്ച്വലി ഈ മുന്ന ബജ്രംഗിയുടെ ജനനം ജോൺപൂർ എന്ന് പറയുന്ന ഒരു ജില്ലയിൽ, ഉത്തർപ്രദേശിൻ്റെ ഒരു കോർണറിലായിട്ട് കിടക്കുന്ന വളരെ പ്രസിദ്ധമല്ലാത്ത ഒരു പ്രദേശമാണ് പുരദയാൽ വില്ലേജ്. അവിടെ ഒരു ചെറിയൊരു വില്ലേജിലാണ് മുന്ന ബജ്രംഗി ജനിക്കുന്നത്. അപ്പോൾ സാധാരണ ഒരു കർഷകൻ്റെ മകനായിട്ട് ജനിച്ച മുന്ന ബജ്രംഗി സാധാരണ സ്കൂളിൽ പോയി ഇങ്ങനെ പഠിക്കുന്നു, ഗവൺമെൻറ് സ്കൂളിൽ പോയി പഠിക്കുന്നു. വലിയ വിദ്യാഭ്യാസത്തിലൊന്നും വലിയ താല്പര്യം കാണിക്കാത്ത മുന്ന ബജ്രംഗി ഏകദേശം ചെറുപ്പത്തിലെ തന്നെ തൻ്റെ മസിൽ പവർ കാട്ടി മറ്റുള്ളവരെ ഭയപ്പെടുത്താനും മറ്റും തുടങ്ങിയിരുന്നു. അപ്പോൾ എന്തായാലും സമൂഹത്തിലൊരു ഇമ്പോർട്ടൻസ് കുപ്രസിദ്ധിയായാലും സുപ്രസിദ്ധിയായാലും നേടിയെടുക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടോടെയാണ് ചെറുപ്പം മുതലേ അയാൾ വളർന്നത്. ഏകദേശം 17 വയസ്സുള്ളപ്പോൾ കുറച്ച് സ്വരൂപിച്ച് വച്ചിരുന്ന 250 രൂപ കൊടുത്തിട്ട് അയാളൊരു കൺട്രി മെയ്ഡ് പിസ്റ്റൾ വാങ്ങിക്കുന്നു. ദേശി കട്ട എന്ന് പറയും അവിടെ. അപ്പോൾ 1 റൗണ്ട് 2 റൗണ്ട് മാത്രം പൊട്ടുന്ന അല്ലെങ്കിൽ 1 റൗണ്ട് മാത്രം പൊട്ടുന്ന ദേശി പിസ്റ്റള്, ദേശി കട്ട കരസ്ഥമാക്കുന്നു. അത് ഏതൊരു വലിയ ഡോൺ ആയ ഒരു പോലെയാണ് അയാൾ അതിനുശേഷം ജീവിച്ചിരുന്നത്. ഒരു ദിവസം അയാളുടെ ഇളയച്ചനെ ആയിട്ട് ആരോ വഴക്ക് കൂടുന്നു, ലോക്കൽ ഏരിയയിൽ തന്നെയുള്ള ഒരാൾ. അപ്പോൾ ഇത് അറിഞ്ഞ് മുന്ന ബജ്രംഗി അവിടെ വരുന്നു, തോക്ക് കൊണ്ടുവരുന്നു, പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ നിന്ന് അയാളെ വെടിയുതിർക്കുന്നു, അദ്ദേഹം മരണപ്പെടുന്നു. അവിടെയാണ് മുന്ന ബജ്രംഗിയുടെ ജീവിതത്തിൻ്റെ ഈ നമ്മുടെ ക്രൈം മേഖലയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത് ആദ്യത്തെ ഒരു സംഭവമായിരുന്നത്. അപ്പോൾ മുന്ന ബജ്രംഗി അറസ്റ്റ് ചെയ്യുന്നു. ആള് 18 വയസ്സാവാത്ത തികയാത്ത കാരണം കൊണ്ട് തന്നെ വലിയ ആളുകൾക്ക് അഗേൻസ്റ്റുള്ള ആ ലീഗൽ പ്രൊസീജിയേഴ്സ് ഒന്നും ഉണ്ടാവുന്നില്ല. ജുവനൈൽ ജസ്റ്റിസ് കോർട്ടിൽ ഹാജരാക്കുന്ന കുറച്ച് നാളത്തെ ശിക്ഷയ്ക്ക് ശേഷം അയാൾ പുറത്തു വരുന്നു. അതിനുശേഷം അയാളൊരു ഡോൺ ആവാനുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് അതിനുശേഷം നടത്തിക്കൊണ്ടിരുന്ന അന്വേഷണങ്ങളും മറ്റുള്ളതും. അന്ന് മുക്താർ അൻസാരി, ഇന്ന് ജയിലിൽ കിടക്കുന്ന UP ജയിലിൽ കിടക്കുന്ന മുക്താർ അൻസാരി എന്ന് പറയുന്ന ഒരു ഗുണ്ടയുണ്ടായിരുന്നു. അയാൾ അണ്ടർവേൾഡ് മാഫിയ സംഘങ്ങൾ, കിഡ്നാപ്പിംഗ്, മർഡർ, എക്സ്റ്റോർഷൻ, ഇങ്ങനെയുള്ള ലാൻഡ് ഗ്രാബിങ്, ഈ പരിപാടികളൊക്കെ ആയിട്ട് സാധാരണ മറ്റുള്ള ഗുണ്ടകൾ ഉയർന്നു വരുന്ന പോലെ തന്നെയാണ്. പിന്നെ നമ്മുടെ റെയിൽവേ കോൺട്രാക്ട്സ്, ഇതൊക്കെ നല്ല രീതിയിൽ കിട്ടുന്നു, നല്ല രീതിയിൽ പണം സമ്പാദിക്കുന്നതായിട്ടുള്ള ഒരു ഗുണ്ട നേതാവായിരുന്നു മുക്താർ അൻസാരി. മുക്താർ അൻസാരി ഇയാളുടെ ഐഡിയലായിട്ട് വരികയും ഇയാൾ മുക്താർ അൻസാരിയുടെ ഗ്രൂപ്പിൽ ചേരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പയ്യെ അയാളുടെ ഗ്രൂപ്പുകളായിട്ട് അടുക്കുന്നു, ഗ്രൂപ്പിൽ മെമ്പേഴ്സായിട്ട് അടുക്കുന്നു. അൾട്ടിമേറ്റ്ലി അയാൾ മുക്താർ അൻസാരിയുടെ അടുത്ത് എത്തപ്പെടുന്നു. മുക്താർ അൻസാരി അയാളുടെ ഗ്രൂപ്പിൽ ചേർക്കുന്നു. നല്ല സത്യസന്ധമായിട്ട് ഗ്രൂപ്പിനോട്, സത്യസന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പിനോടുള്ള സത്യസന്ധത, ലോയൽറ്റി വച്ചു പുലർത്തിയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ മുക്താർ അൻസാരി അയാളുടെ റൈറ്റ് ഹാൻഡ് ആക്കുന്നു, മെയിൻ ഷൂട്ടർ ആക്കുന്നു അയാളെ കൂടെ. അപ്പോൾ മറ്റുള്ള ആളുകളെ, എതിർ ഗ്രൂപ്പുകളെ ഒതുക്കാനും മറ്റുമായിട്ട് മുന്ന ബജ്രംഗി അയാൾ ഉപയോഗിക്കാൻ തുടങ്ങി. മുന്ന ബജ്രംഗി വളരെ ധൈര്യപൂർവ്വം ഓരോ കൊടുത്തിട്ടുള്ള വർക്കുകളൊക്കെ വളരെ നന്നായി ചെയ്യാൻ തുടങ്ങി, വളരെ കൂടുതലായി അടുക്കുന്നു. ഒരു ഗ്രൂപ്പ് വഴക്കിൽ അല്ലെങ്കിൽ ഒരു ഫയർ എക്സ്ചേഞ്ചിൽ, നമ്മുടെ 2 റൈവൽ ഗ്രൂപ്പുകൾ തമ്മിലുള്ളൊരു ഫയർ എക്സ്ചേഞ്ചിൽ ഒരു ദിവസം മുന്ന ബജ്രംഗിയെ വെടിയേൽക്കുന്നു. വെടിയേറ്റ് ആവശ്യ നിലയിൽ വീണ മുന്ന ബജ്രംഗിയെ മുക്താർ അൻസാരി ആശുപത്രിയിലാക്കി വളരെ ശ്രദ്ധയോടെ ഇതാക്കുന്നു. മുക്താർ അൻസാരിക്ക് വേണ്ടി വെടികൊണ്ട ഒരാൾ, ആ ലോയൽറ്റി കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇയാൾ വളരെ ശ്രദ്ധയോടെ അയാളെ സംരക്ഷിക്കുന്നു. ഇത് കൂടുതലായിട്ട് മുക്താർ അൻസാരിയിലേക്ക് മുന്ന ബജ്രംഗിയെ അടുപ്പിക്കുന്നു. അപ്പോൾ വളരെ വേണ്ടപ്പെട്ട നെക്സ്റ്റ് മുക്താർ അൻസാരി എന്നുള്ള നിലയ്ക്ക് അയാൾ വളർന്നു വരുന്നു. 2005 കൃഷ്ണാനന്ദ റായ് എന്ന് പറഞ്ഞ വേറൊരു ഗുണ്ടയാണ്, അവിടുത്തെ ഒരു മാഫിയ ഡോണാണ്. മാഫിയ ഡോണായിട്ട് വളർന്ന് പിന്നെ MLA ആയി, രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വെച്ച് MLA ആയിട്ട് രാഷ്ട്രീയവും ഗുണ്ട മാഫിയ വർക്കുമായിട്ട് ഇയാൾ പോകുന്നു. എന്താ വെച്ചാൽ രാഷ്ട്രീയ ബന്ധങ്ങളുണ്ടെങ്കിൽ ഗുണ്ടകൾക്ക് നിലനിന്ന് പോകാൻ അന്ന് കാലത്ത് അങ്ങനെ കഴിഞ്ഞിരുന്നുള്ളൂ. അല്ലെങ്കിൽ റൈവൽ ഗാങ്ങുകളായിട്ടുള്ള ഇതിൽ വെടികൊണ്ട് വീഴുന്ന ഒരവസ്ഥ തന്നെയായിരുന്നു അന്ന് കാലത്തുണ്ടായിരുന്നത്. അപ്പോൾ കൃഷ്ണാനന്ദ റായ് ഇയാളുടെ എതിരാളിയായിരുന്നു. മാഫിയ ഗ്രൂപ്പുകളിൽ
റൈവൽ ഗ്യാങ്ങിൽപ്പെട്ട ആളായിരുന്നു. കൃഷ്ണാനന്ദ റായ് MLA ആയിരുന്നു. അപ്പോൾ ഒരു ദിവസം കൃഷ്ണാനന്ദ റായ് അപ്പോൾ മുക്താർ അൻസാരി റെയിൽവേ കോൺട്രാക്റ്റുകളിൽ ഇയാളായിട്ട് കൂടുതൽ ഉടക്ക് വരികയും എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാളുടെ ഓരോരോ മേഖലയിൽ കടന്ന് അവർ ആ കോൺട്രാക്റ്റ് പിടിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ വൈരം കൂടുന്നു. അപ്പോൾ മുക്താർ അൻസാരി മുന്ന ബജ്രംഗിയോട് പറയുന്നു കൃഷ്ണാനന്ദ റായിയെ അവസാനിപ്പിക്കണം. അപ്പോൾ ഒരു ദിവസം കൃഷ്ണാനന്ദ റായ് വരുന്ന ലൊക്കേഷനുകളൊക്കെ അവർ നോട്ട് ചെയ്ത് വയ്ക്കുന്നു. ഒരു ദിവസം ലക്നൌവിലേക്ക് പോകുന്ന കൃഷ്ണാനന്ദ റായിയെ ഇവരുടെ ഗ്രൂപ്പ് മുന്ന ബജ്രംഗിയുടെ നേതൃത്വത്തിൽ കോർണർ ചെയ്യുന്നു. അവസാനം അപ്പോൾ ഡ്രൈവർ പറയുന്നുണ്ടായിരുന്നു കുറേ നേരമായിട്ട് നമ്മുടെ പിന്നിലൊരു വണ്ടി നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃഷ്ണാനന്ദ റായ് പവർഫുൾ ആളാണ്, MLA ആണ്, അയാൾക്ക് പേഴ്സണൽ ബോഡി ഗാർഡ്സിൻ്റെ തോക്കുകളുണ്ട് കയ്യിൽ, അത് കൂടാതെ ഗുണ്ടാ നേതാവും കൂടിയാണ്. അപ്പോൾ പറഞ്ഞ് നമ്മളെ ആരെന്ത് ചെയ്യാനാണ്, വണ്ടി വിട്ടോളാൻ പറഞ്ഞു. അപ്പോൾ അയാൾ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് പെട്ടെന്ന് അവർ ഓവർടേക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്തിട്ട് തുരുതുര നിറയൊഴിക്കുന്നു. ഏകദേശം എല്ലാ സംഘാംഗങ്ങളും കൂടി നിറയൊഴിച്ചത് 400 റൗണ്ടാണെന്ന് പറയുന്നു. ഫയർ എക്സ്ചേഞ്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എല്ലാം കൂടി കൂടുമ്പോൾ ഏകദേശം 400 റൗണ്ട് അവിടെ വെടിവെപ്പ് നടന്നു എന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം 50 തൊട്ട് 60 വരെ ബുള്ളറ്റ് കൃഷ്ണാനന്ദ റായിക്ക് ഏറ്റിരുന്നു. അത് ഓൺ ദി സ്പോട്ട് മരണപ്പെടുകയും ചെയ്തു. കൃഷ്ണാനന്ദ റായിയുടെ കൊലപാതകത്തിന് ശേഷം മുന്ന ബജ്രംഗിക്ക് നിലനിൽപ്പില്ലാതെ എന്ന് പറഞ്ഞാൽ STF പിന്നാലെ കൂടി UP പോലീസ് എല്ലാ സ്ഥലത്തും ലുക്കൗട്ട് നോട്ടീസൊക്കെ വന്ന സമയത്ത് ഡൽഹിയിലേക്ക് കടക്കുന്ന അയാൾ ഡൽഹിയിൽ നിന്ന് പിന്നെ ദുബായ് പിന്നെ തിരിച്ച് മുംബൈയിലേക്ക് വരുന്നു. മുംബൈയിൽ അയാളുടെ ബേസ് ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു. എത്ര കാലം അങ്ങനെ കളിച്ച് നടക്കും എന്നുള്ള ഒരു ചിന്തയിൽ അയാൾ മറ്റുള്ള ആളുകളായിട്ട് ഡിസ്കസ് ചെയ്ത് ഗുണ്ടാ നേതാക്കളോ അല്ലെങ്കിൽ അയാളുടെ കൗണ്ടർ പാർട്ട്സൊക്കെ ആയിട്ട് സംസാരിച്ച് ചെയ്യുന്ന അയാൾക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. രാഷ്ട്രീയത്തിലേക്ക് ചുവട് വയ്ക്കാനുള്ള ഒരു തീരുമാനം. മറ്റുള്ള ഇപ്പോൾ മുക്താർ അൻസാരി ആയാലും കൃഷ്ണാനന്ദ റായി ആയാലും വന്ന പോലെ ഉയർന്നു വരാനായിട്ട്, അപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ പിൻബലം ഉണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ മേഖലയിൽ ആരും എതിരാളികളില്ലാതെ നിലനിന്ന് പോകാം എന്നുള്ള ആ ഒരു ചിന്തയിൽ രാഷ്ട്രീയത്തിലേക്ക് കടക്കാനുള്ള പ്ലാനിങ്ങുകളായിട്ട് നിൽക്കുന്നു. അപ്പോൾ 2009 അത് അത്ര കാലം ഇയാൾ 2005 ശേഷം അണ്ടർഗ്രൗണ്ട് ആയിരുന്നു. ദുബായിലും ചിലപ്പോൾ ഡൽഹിയിൽ ചിലപ്പോൾ മുംബൈയിലൊക്കെ ആയിട്ട് ഉത്തർപ്രദേശ് ബീഹാർ മേഖലയിലേക്ക് കടന്ന STFൻ്റെ കയ്യിൽപ്പെട്ട ആളെ എൻകൗണ്ടർ ചെയ്യുന്ന അയാൾക്ക് ഉറപ്പ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ കൈകളിൽ പെടാതെ ഒളിച്ചുമാറിയാണ് അയാൾ നടന്നത്. ഏകദേശം ഒരു 4 വർഷത്തോളം ഒളിച്ചുമാറി നടക്കുന്നു. 2009 ഒക്ടോബർ 29 മുംബൈ മലാഡ് എന്ന സ്ഥലത്ത് മുന്ന ബജ്രംഗി ഒളിച്ചിരിക്കുന്നു എന്ന് ഒരു പോലീസിന് ഇൻഫർമേഷൻ കിട്ടുന്നു. പിൽക്കാലത്ത് അത് മുന്ന ബജ്രംഗി തന്നെ കളിച്ചൊരു നാടകമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പോലീസ് വൃത്തങ്ങൾ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ UP പോലീസിൻ്റെയോ ഡൽഹി പോലീസിൻ്റെ കൈപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡൽഹിയിൽ അധികം ക്രൈം ചെയ്യാത്തതുകൊണ്ട് ഡൽഹി പോലീസ് എൻകൗണ്ടർ ലിസ്റ്റിൽ പെട്ടിട്ടില്ല. UP പോലീസിൻ്റെ കൈപ്പെട്ട എന്തായാലും എൻകൗണ്ടർ ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അദ്ദേഹം കരുതിയത് ഒന്ന് ബോംബെ പോലീസിൻ്റെ ത്രൂ ഡൽഹി പോലീസിന് കീഴടങ്ങി കഴിഞ്ഞാൽ പോലീസിൻ്റെ കയ്യിൽപ്പെട്ട അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം എൻകൗണ്ടർ ചെയ്യാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ കോംപ്ലിക്കേഷൻ അതിൽ വരും. അപ്പോൾ നിയമപരമായിട്ടുള്ള പല പ്രശ്നങ്ങൾ പോലീസിന് നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ കയ്യിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ ഒരാളെ എൻകൗണ്ടർ ചെയ്യാൻ സാധാരണഗതിയിൽ മുതിരാറില്ല പോലീസ്. അപ്പോൾ അങ്ങനെ ഒരു നാടകം കളിച്ച് പോലീസിന് കീഴടങ്ങിയാണെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ രാജ്ബീർ സിംഗ്, മോഹൻചന്ദ് ശർമ്മ എന്നുള്ള ആളുകളൊക്കെ പാടെ കൂടിയാണ് നമ്മുടെ ബോംബെയിൽ ചെന്നിട്ട് ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു, ഡൽഹിയിലേക്ക് കൊണ്ടുവരുന്നു, ഡൽഹിയിൽ തിഹാർ ജയിലിൽ അടയ്ക്കുന്നു. അതിനുശേഷം ഇയാളെ ലീഗൽ പ്രൊസീജിയറൊക്കെ ആയിട്ട് പോകുന്നു, ജയിലിലേക്ക് മാറ്റുന്നു. പിന്നെ UP പോലീസിന് കൈമാറുന്നു. UP പോലീസ് ഝാൻസി ജയിലിൽ അയാളെ വയ്ക്കുന്നു. പല കേസുകളിൽ അപ്പോൾ അതിൻ്റെ ജൂറിഡീഷ്യനിൽ വരുന്ന സ്ഥലങ്ങളിൽ പിന്നെ അവിടുന്ന് കോടതി വിധി അനുസരിച്ച് ഏത് ജയിലിലാണ് വയ്ക്കുന്നത് അതിൻ്റെ ജൂറിഡീഷ്യനിലുള്ള ആ ജയിലിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഝാൻസി ജയിലിൽ കിടക്കുന്ന അവസരത്തിൽ ഇയാൾ BSP MLA ലോകേഷ് ദീക്ഷിത് BSPയുടെ ബഹുജൻ സമാജ് പാർട്ടിയുടെ ഒരു MLA ആയിരുന്നു ലോകേഷ് ദീക്ഷിത്. അദ്ദേഹത്തിനും അല്ലെങ്കിൽ ബന്ധങ്ങളും അല്ലെങ്കിൽ ഒരു മാഫിയ ബന്ധങ്ങളും ഒക്കെ ആയിട്ടുള്ള ആൾ തന്നെയാണ് ലോകേഷ് ദീക്ഷിത്. MLA ആയിരുന്നു. അപ്പോൾ അയാൾ ജയിലിൽ കിടന്നുകൊണ്ട് ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങിക്കാനുള്ള, അയാൾ ജയിലിൽ നിന്നുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി. ആളുകളെ ഭീഷണിപ്പെടുത്തി എക്സ്റ്റോർഷൻ, ബിസിനസ്സുകാരെ മറ്റുള്ള ആളുകളെ രാഷ്ട്രീയ നേതാക്കളെയൊക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ മുന്ന ബജ്രംഗി വലിയൊരു ടെററായി മാറിയിരുന്നു നമ്മുടെ UP ബീഹാർ ഏരിയകളിൽ, ഡൽഹിയിലും. അപ്പോൾ മുന്ന ബജ്രംഗിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ഭയം ആയിരുന്നു. അപ്പോൾ ചോദിക്കുന്ന പൈസ കൊടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കാറുണ്ട് ആളുകൾ. അപ്പോൾ അത് കണക്കാക്കിയാണ് ലോകേഷ് ദീക്ഷിതിനും രാഷ്ട്രീയക്കാരനാണെങ്കിലും രാഷ്ട്രീയക്കാർക്ക് ഇയാൾ ഭയമായി തുടങ്ങിയിരുന്നു ആ കാലഘട്ടത്തിലൊക്കെ.
അപ്പോൾ ലോകേഷ് ദീക്ഷിതിൻ്റെ കംപ്ലൈൻറ്റിൽ അയാളെ കേസ് ചാർജ് ചെയ്യുന്നു. ഝാൻസി ജയിലിൽ നിന്ന്, അപ്പോൾ ബാഗ്പത്ത് ജൂറിഡിക്ഷനിൽ വരുന്ന ഈ കേസായതുകൊണ്ട് അപ്പോൾ ഝാൻസി ജയിലിൽ നിന്ന് അയാളെ ട്രാൻസിറ്റ് ബാഗ്പത്ത് ജയിലിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ബാഗ്പത്ത് ജയിലിൽ അന്നുകാലത്ത് സുനിൽ റാട്ടി എന്ന് പറയുന്ന വേറൊരു ഗുണ്ട നേതാവും ആ ജയിലിൽ ഉണ്ടായിരുന്നു. ഇവർ പണ്ടേ വൈരികളായിരുന്നു, ശത്രുക്കളായിരുന്നു. പല പല മേഖലയിൽ, ഒരു മേഖലയിൽ നിന്ന് മറ്റേ മേഖലയിലേക്ക് ഒരു ഗുണ്ട നേതാവ് കടന്ന് അയാളുടെ ഏരിയ കൂട്ടുമ്പോൾ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഗുണ്ടവിളയാട്ടം നടത്തി കഴിഞ്ഞാൽ മറ്റേ ഗുണ്ടയ്ക്ക് അത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഓരോ ഏരിയ ഉണ്ട് ഓരോരുത്തർക്കും, ഒരു അൺറിട്ടൺ ആയിട്ടുള്ള അൺമാപ്ഡ് ഏരിയാസ് ഉണ്ട്. അപ്പോൾ അതിൽ കടന്ന് ഇയാൾ പല സംഗതികളും ചെയ്തുകൊണ്ട് തന്നെ സുനിൽ റാട്ടിക്ക് അന്ന് അയാളോട് വളരെ ദേഷ്യം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ബാഗ്പത്ത് ജയിലിൽ ഇയാളെ മാറ്റുന്നു. 8 ജൂലൈ 7 ജൂലൈക്ക് ഝാൻസിയിൽ നിന്ന് ബാഗ്പത്തിലേക്ക് കൊണ്ടുപോകുന്നു. 8 ജൂലൈ 2018. അപ്പോൾ 9 വർഷത്തോളം അത് അയാൾ ജയിലിൽ തന്നെയായിരുന്നു, ഝാൻസി ജയിലിൽ തന്നെയായിരുന്നു കിടന്നിരുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ലോകേഷ് ദീക്ഷിതിനെ കുറിച്ച് ഭീഷണിപ്പെടുത്തുകയും അത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തത്. പല ആളുകളെയും ഭീഷണിപ്പെടുത്തിയാലും റിപ്പോർട്ട് ചെയ്യാതെ അയാളുടെ അനുയായികൾക്ക് പണം കൈമാറുകയാണ് ബിസിനസ്സുകാർ ചെയ്തുകൊണ്ടിരുന്നത് അന്നുകാലത്ത്. അതുകൊണ്ട് തന്നെ അയാൾ ഭയം ഇല്ലാതെ, ഭയാശങ്കകളില്ലാതെ തന്നെ അവിടെ കിടന്നുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അയാളുടെ ഗുണ്ടകളും മറ്റുള്ള അണികളൊക്കെ പുറത്തുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുക്താർ അൻസാരിയുടെ മറ്റുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഗുണ്ട സംഘങ്ങളൊക്കെ പുറത്തുണ്ട്. അപ്പോൾ അവരാണ് ഇയാൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇയാൾ അവിടെ കിടന്ന് കൊണ്ട് ആളുകളെ ഭീഷണിപ്പെടുത്തും, ഇവരെ അറിയിക്കും, ഇവർ പോയി പണം കളക്ട് ചെയ്യുക. അങ്ങനെയായിരുന്നു നിലവിൽ നിന്നിരുന്നൊരു കാര്യം. അപ്പോൾ 2018 ജൂലൈ 7 ഇയാളെ ബാഗ്പത്ത് ജയിലിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ബാഗ്പത്ത് ജയിലിൽ എത്തിയതിന് പിറ്റേ ദിവസം 8 ജൂലൈ 2018 ജൂലൈ 8 ഈ സുനിൽ റെഡ്ഡി ആയിട്ട് വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും അയാളെ പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ നിന്ന് വെടിയുതിർത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ ഒറ്റ വെടിക്ക് തന്നെ ആൾ മരിച്ചിരുന്നു. അപ്പോഴേക്കും ജയിൽ അതോറിറ്റി ആൾക്കാർ ഓടിക്കൂടി, ആളുകളെല്ലാം ഓടിക്കൂടി അയാൾ പിടിച്ചു മാറ്റി. പക്ഷേ ഒറ്റ ബുള്ളറ്റിൽ തന്നെ നമ്മുടെ മുന്ന ബജ്റംഗി മരണപ്പെട്ടിരുന്നു. അതിനുശേഷം ജയിൽ സൂപ്രണ്ടിൻ്റെയൊക്കെ സ്ഥലം മാറ്റി സസ്പെൻഷനൊക്കെ അതായിട്ട് പറയുന്നു മറ്റുള്ള റിപ്പോർട്ടിങ്ങിൽ. അപ്പോൾ അതോടെ മുന്ന ബജ്റംഗി എന്നുള്ള ആ ഗുണ്ട നേതാവിൻ്റെ കഥ അവിടെ അവസാനിക്കുന്നു. അപ്പോൾ മുന്ന ബജ്റംഗി എന്ന് പറയുന്ന ആ വ്യക്തി 7 ലക്ഷം രൂപ, അന്ന് 7 ലക്ഷം രൂപ തന്നെയായിരുന്നു അയാളുടെ തലയ്ക്ക് വിലയിട്ടിരുന്നത്. പോലീസ് കൂട്ടിയിരുന്നില്ല. അപ്പോൾ 1998 ഇയാളെ എൻകൗണ്ടർ ചെയ്യുന്ന സമയത്തും ഇയാളുടെ തലയ്ക്ക് വച്ചിരുന്ന വില 7 ലക്ഷം രൂപ തന്നെയാണ്. അപ്പോൾ മുന്ന ബജ്റംഗിയുടെ ശരിക്കുള്ള പേര് പ്രേം പ്രകാശ് എന്നായിരുന്നു. അപ്പോൾ ഇയാൾ ഗുണ്ട പ്രവർത്തനങ്ങളിലേക്ക് ഇടപെടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടി ആളുകൾ കേട്ടാൽ പെട്ടെന്ന് ഭയപ്പെടുന്ന തരത്തിലുള്ള ഒരു പേര്, ഒരു ഗുണ്ട സ്റ്റൈലുള്ള ഒരു പേരിലേക്ക് മാറ്റിയതാണ്. സ്വയമായിട്ട് മുന്ന ബജ്റംഗി എന്നുള്ള പേര് സ്വീകരിക്കുകയായിരുന്നു. ഇതാണ് മുന്ന ബജ്റംഗിയുടെ കഥ. പുതിയൊരു കഥയായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, എല്ലാവരും സുഖമായിരിക്കട്ടെ. അടുത്തൊരു വീഡിയോ വരുന്നവരെ